നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട മഴവിൽ കാവടിയിലെ ആ പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ? മലയാളിത്തമുള്ള മുഖവും വിടർന്ന കണ്ണുകളുമായി തെന്നിന്ത്യൻ സിനിമ കീഴടക്കിയ സിത്താര. വെള്ളിത്തിരയിൽ വാനോളം ഉയർന്ന ആ താരം പെട്ടെന്നൊരു ദിവസം അസ്തമിച്ചതിന് പിന്നിൽ വലിയ ഒരു പേജ് 3 കഥയുണ്ട്. വിപിൻ ദാസ് എന്ന ക്യാമറാമാൻ്റെ നിഴലിലായി പോയ സിതാരയുടെ ജീവിതം പ്രണയത്തിനും ആത്മീയതയ്ക്കും ഇടയിലുള്ള ഏതോ ഒരു വലിയ ചുഴിയായിരുന്നു. എന്താണ് സിതാരയുടെ ജീവിതം മാറ്റി എഴുതിയ ആ ബന്ധം? നമുക്കൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ സിതാര രാജീവ് നാഥിൻ്റെ കാവേരിയിലൂടെയാണ് നായികയായി എത്തിയത്. മമ്മൂട്ടിയും നെടുമുടി വേണുവും നായകന്മാരായ ആ ചിത്രം സിതാരയുടെ പ്രതിഭ വിളിച്ചോതുന്നതായിരുന്നു. പിന്നീട് ജാതകം, മഴവിൽ കാവടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ മലയാളികളുടെ പ്രിയങ്കരിയായി. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചേക്കേറിയ സിതാരയ്ക്ക് കെ ബാലചന്ദർ എന്ന വിഖ്യാത സംവിധായകൻ ഒരുക്കിയ പുതു അർത്ഥങ്ങൾ വലിയ ഒരു ബ്രേക്ക് നൽകി. തമിഴ്നാട്ടിൽ റഹ്മാൻ സിതാര ജോഡി വലിയ തരംഗമായി മാറി. എന്നാൽ ഒരു ലിപ് ലോക്ക് സീനിനെ ചൊല്ലി റഹ്മാനുമായുണ്ടായുള്ള തർക്കം സിതാരയുടെ തമിഴ് കരിയറിന് വലിയ മങ്ങലേൽപ്പിച്ചു. തമിഴിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ സിതാര കന്നഡ സിനിമയിലേക്ക് ചുവടുമാറി. അവളെ കന്നഡയുടെ മരുമകൾ എന്നാണ് ആരാധകർ വിളിച്ചിരുന്നത്. ഈ സമയത്താണ് ക്യാമറാമാൻ വിപിൻ ദാസ് സിതാരയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിപിൻ ദാസിനെ അങ്കിൾ എന്നാണ് സിതാര വിളിച്ചിരുന്നതെങ്കിലും അവരുടെ ബന്ധം അതിനപ്പുറമാണെന്ന് സിനിമാ ലോകം ഗോസിപ്പുകൾ പ്രചരിച്ചു. സിതാരയുടെ ഡേറ്റുകളും അഭിനയിക്കേണ്ട സിനിമകളും വിപിൻ ദാസ് തീരുമാനിക്കാൻ തുടങ്ങി. ഏകദേശം 20 വയസ്സിൻ്റെ പ്രായവ്യത്യാസമുള്ള ഇരുവരും ഒരുമിച്ച് താമസിക്കുന്നതും വലിയ ചർച്ചയായി. ആത്മീയമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് സിതാര പറഞ്ഞെങ്കിലും വിപിൻ ദാസിൻ്റെ നിയന്ത്രണങ്ങൾ സിതാരയുടെ കരിയറിൽ വലിയ തിരിച്ചടിയായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. നിർമ്മാതാക്കളോട് വിപിൻ ദാസ് വെച്ച കടുത്ത നിബന്ധനകൾ കാരണം കന്നഡയിലും സിതാരയ്ക്ക് ചാൻസുകൾ കുറഞ്ഞു. പല വലിയ പ്രൊജക്റ്റുകളും വിപിൻ ദാസിൻ്റെ ഇടപെടൽ മൂലം സിതാരയ്ക്ക് നഷ്ടമായി. സിതാര ഏത് സമയത്ത് ജോലി ചെയ്യും, എത്ര മണിവരെ ജോലി ചെയ്യും എന്നുപോലും വിപിൻ ദാസാണ് തീരുമാനിച്ചിരുന്നത്. വിപിൻ ദാസിനൊപ്പം ജ്യോതിഷവും യോഗയും അഭ്യസിച്ച സിതാര ലോകം കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേകതരം ആത്മീയ ജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു. എന്നാൽ വിപിൻ ദാസിൻ്റെ മരണശേഷം സിതാര ഏകയായി മാറി. ആ വലിയൊരു തണൽ നഷ്ടപ്പെട്ടപ്പോൾ സിതാരയ്ക്ക് എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. കരിയറിൽ വലിയൊരു ഇടവേള സംഭവിച്ചതും സിതാരയുടെ തിരിച്ചുവരവിന് വലിയ തടസ്സമായി മാറി. സിനിമയിൽ പഴയ പ്രാധാന്യം നഷ്ടപ്പെട്ടതോടെ സിതാര മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു. രാജസേനൻ്റെ ഭാര്യ 1 മക്കൾ 3 എന്ന ചിത്രത്തിൽ അമ്മവേഷം ചെയ്തുകൊണ്ട് അവർ മടങ്ങിയെത്തിയെങ്കിലും ആ ചിത്രം ശ്രദ്ധിക്കപ്പെടാതെ പോയി. ന്യൂജൻ സിനിമകളിൽ അർഹമായ വേഷങ്ങൾ സിതാരയ്ക്ക് ലഭിച്ചില്ല. അതോടെ അവർ മിനി സ്ക്രീനിലേക്കാണ് തിരിഞ്ഞത്. സീരിയലുകളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ അഭിനയ മോഹങ്ങളെ നിലനിർത്താൻ അവർ ശ്രമിച്ചു. എങ്കിലും പണ്ട് തെന്നിന്ത്യ മുഴുവൻ ആരാധിച്ച ആ സൂപ്പർ നായിക അമ്മവേഷങ്ങളിലേക്കും സീരിയൽ വേഷങ്ങളിലേക്കും ചുരുങ്ങിയത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നൊമ്പരം തന്നെയായിരുന്നു. സിതാര ഇന്നും തിരുവനന്തപുരത്ത് തൻ്റെ ലളിതമായ ജീവിതം നയിക്കുന്നു. മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശിഷ്യയായി ആത്മീയ പാതയിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒരാളോടുള്ള അതിരുകടന്ന വിശ്വാസം അല്ലെങ്കിൽ പ്രണയം, അതിനെ അങ്ങനെ വിളിക്കാമെങ്കിൽ, എങ്ങനെ ഒരു സൂപ്പർ നടിയുടെ കരിയർ നശിപ്പിച്ചു എന്നതിൻ്റെ നേർചിത്രമാണ് സിതാരയുടെ ഇന്നത്തെ ജീവിതം. മലയാളത്തിന് ലഭിച്ച ആ വലിയ നടി ഇന്നും അർഹമായ പരിഗണന കിട്ടാതെ മാറി നിൽക്കുന്നു എന്നത് വേദനാജനകമാണ്. സിതാരയുടെ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ, പേജ് 3 വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.